ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹിലോഗ്സ്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഡ്രസ്സ് കണ്ടതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ക്രിസ്മസ് ആവാറായി. അപ്പോൾ ക്രിസ്മസിൻ്റെ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നും സമയം കിട്ടില്ല. നിങ്ങൾക്ക് കണ്ടത്തിന് മനസ്സിലായിട്ടും കഴിഞ്ഞ വീഡിയോസൊക്കെ എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ളും അതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്. അതായത് ഫ്രൈഡേ ആയിരുന്നു പ്രോഗ്രാമും, അതുപോലെ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോസ് കാണത്തിന് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ക്രിസ്മസിന്. അപ്പോൾ ഇന്ന് വേഗം തന്നെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇനി ഒട്ടും സമയമില്ലാത്ത പോലെ ആയിട്ടോ. കാരണം ഒന്നിനും സമയമില്ല ഇനി. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് തന്നെ വേഗം മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇപ്പോൾ ഒന്നിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം മേക്കപ്പിന് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു ഫാമിലിയോട് എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലാലത്തെ ആൻഡ് ഫാമിലിയാണ്. കാരണം അവർ പ്രതീക്ഷിക്കാനാണ് ചേട്ടൻ്റെ സർപ്രൈസ് കൊടുത്തത് കേട്ടോ. എന്തായാലും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ അവർ ബർത്ത്ഡേക്ക് നമ്മളോട് വന്നൊരു ഫാമിലി പോലെയാണ് അവർ. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അവരോട്. ഒരുപാട് സ്നേഹം കേട്ടോ. കാരണം അവർ നമ്മൾ വിളിക്കുമ്പോഴേക്കും അവർ വന്നു. അതുപോലെ നമ്മുടെ കൂടെ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട്. എന്തായാലും ചേട്ടനും ഈ ഒരു ബർത്ത്ഡേ ഒരിക്കലും മറക്കാനാവില്ല. അങ്ങനെയായിരുന്നു, ഫുൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാണുന്നവർ എന്തായാലും ആ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ എന്തായാലും നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ട് വെക്കണം കേട്ടോ. അതായത് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ക്രിസ്മസും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി. എല്ലാവരും സ്റ്റാറും അതുപോലെ കേക്കും എല്ലാം വാങ്ങി സെലിബ്രേഷനൊക്കെ തുടങ്ങിയോ? അപ്പോൾ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയെന്നൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ക്രിസ്മസ് ആഘോഷമൊന്നും ഇല്ലല്ലോ, അറിയാലോ. അപ്പോൾ എന്തായാലും നാട്ടിലെല്ലാവരും അടിച്ചു പൊളിക്കുക ക്രിസ്മസിന്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്നും ചെയ്യുന്നപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ രണ്ടെണ്ണം ഉണ്ട്, ജോൺസിൻ്റെ മോയ്സ്ചറൈസറും ഉണ്ട്, പോൺസിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പോൺസിൻ്റെ ആണ് നിങ്ങളോട് സജഷൻ ചെയ്യുള്ളൂ. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ നല്ല റേറ്റ് കുറവാണ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നല്ല റേറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോയ്സ്ചറൈസർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് കഴിയാറായി. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അധികം റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് എന്തും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസും കഴുത്തും വെവ്വേറെ കളറായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് അനുസരിച്ചുള്ള മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ സൺസ്ക്രീൻ, എൻ്റെ കയ്യിൽ ലാക്മീൻ്റെ സൺസ്ക്രീനാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കാണിച്ചത് എന്താണ്. കാരണം ഇവിടെ ഫുൾ തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നാട്ടിലൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഫൗണ്ടേഷനൊക്കെ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് പറ്റിയുള്ള ഫൗണ്ടേഷനൊക്കെ വാങ്ങേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് എല്ലാവരുടെയും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം ഫൗണ്ടേഷൻ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണത്തിൽ എന്തായാലും പോയിട്ട് കാണണേ.
അപ്പോൾ ഞാനിപ്പോൾ ആ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വൃത്തിയോട് നമ്മുടെ ഫേസിൽ അറിയാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ, പക്ഷേ അത് നല്ല വൃത്തിയോടായി. കാരണം ഞാൻ ഇപ്പോൾ ഇട്ടതാണ് കേട്ടോ. ആ നെയിൽ പോളിഷ് കട്ട പിടിച്ച് തോന്നുന്നു കേട്ടോ. ഞാൻ വൈറ്റ് ഡ്രസ്സല്ലേ വേണ്ട വൈറ്റ് നെയിൽ പോളിഷ് അടിച്ചതാണ്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ADSൻ്റെ കൺസീലറാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കൺസീലറൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ചുറ്റും എനിക്ക് അവിടെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയാണ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലും ഇപ്പോൾ പിമ്പിൾസ് വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കൺസീലർ വെച്ച് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ പേരും ഈ കണ്ണിൻ്റെ അടിയിലേക്കായിരിക്കും കൂടുതലും കൺസീലർ അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക, ഉറക്കൂലായ്മ, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ബ്ലാക്ക് കളർ ഉണ്ടാകും. അപ്പോൾ അവിടെ നന്നായിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ, അതായത് നന്നായിട്ട് അമർത്തി ഇങ്ങനെ എഴുതരുത്, ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട്, ഞാൻ കണ്ടോ ഐബ്രോ പെൻസിൽ പിടിച്ചിരിക്കുന്നത്, അതേപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഐബ്രോ എഴുതിയത് അറിയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, നല്ല നാച്ചുറലായിട്ട് തോന്നും വേണം. ആ ഒരു രീതിയിൽ വേണം ഞങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നും നിങ്ങളുടെ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ടുള്ള ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡാർക്കായിട്ട് നന്നായിട്ട് ഐബ്രോ വരയ്ക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിനി ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യാൻകുനയുടെ ഐലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. അപ്പോൾ ഇത് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും, പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് രണ്ട് കണ്ണിലും ഐലൈനറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനറില്ലേ, അത് വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഒന്നും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയിലും നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിൽ നമ്മൾ ഐലൈനർ എഴുതുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. അതിനുശേഷം പിന്നെ ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മോഡ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, നല്ല മസ്കാര, കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ നല്ല മസ്കാര വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില മസ്കാര നമ്മളിപ്പോൾ റേറ്റ് കുറവുള്ളതൊക്കെ ലോക്കലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺപീല് കൊഴിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം മസ്കാരയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മസ്കാര എൻ്റെ ഒരു ഫേവറേറ്റ് മസ്കാരയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൺപീലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു മസ്കാരയാണ്. നമ്മൾ എന്നും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ മസ്കാര അപ്ലൈ ചെയ്യുന്നത് മസ്റ്റാട്ടോ. എന്നാലും നമ്മുടെ കണ്ണിക്ക് ആ ഒരു ഭംഗി വരുള്ളൂ. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൊമാൻറ്റിക് ബേർഡിൻ്റെ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഐഷാഡൊന്നും ഈ ഒരു വീഡിയോയിൽ ഐഷാഡൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബ്ലഷ് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാലോ, എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന ഐറ്റംസ് തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡറോ വേറെ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഒരു ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഇട്ടു എന്നാൽ ഇട്ടില്ല, അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ഭംഗി തോന്നണം. നമ്മൾ എല്ലാം മേക്കപ്പൊക്കെ ഒരുപാട് അയക്കാഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ എല്ലാവരുടെ കാര്യം ഉണ്ടാകുന്ന ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് ഫുള്ളായിട്ടില്ല. ഐ മേക്കപ്പ് ഫുൾ ആവണമെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ അടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കാച്ചിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്ത് തന്നെ ഐലൈനർ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്ത് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ കാച്ചിലും അതുപോലെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും ആ കണ്ണിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഇതുപോലെ കാജലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് പരക്കും എന്നുള്ളവരാണെങ്കിൽ കാജൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഐലൈനർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫാനിറ്റിയുടെ വാട്ടർ പ്രൂഫ് ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ലിപ് ലൈനറാണ്. അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മുമ്പ് നമ്മൾ ലിപ് ലൈനർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ലിപ്പൊക്കെ നല്ല ഷേപ്പിൽ കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടാവും. കാരണം ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ലിപ് ലൈനർ കൊണ്ട് അത് ഷേപ്പാക്കുക. എന്നിട്ട് ലിപ്സ്റ്റിക്കും കൂടി ഇടുമ്പോൾ നമ്മുടെ ചുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുവരെ ലിപ് ലൈനർ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് അതായത് ടേസോണിൻ്റെ മാറ്റ് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് നമ്മുടെ ലിപ്പ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഇതും തെമൂന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഞാനിവിടെ ഐടെക്സിൻ്റെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക്. പിന്നെ ഞാൻ ഈ കമ്മലും കൂടി ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹെയറും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ടൊന്ന് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.